ഹായ് ഹലോ വെൽക്കം ടു എക്കണോമിക്സ് അൺബോക്സ്ഡ്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള യൂണിവേഴ്സിറ്റിയുടെ 4-ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമായിട്ടുള്ള BA എക്കണോമിക്സിലെ ഫസ്റ്റ് സെമിസ്റ്ററിലെ ഫസ്റ്റ് പേപ്പർ പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സിലെ മൊഡ്യൂൾ 1-ലെ യൂണിറ്റ് 2-ലെ കോൺസെപ്റ്റാണ്. സോ ഇത് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം എന്ന് പറയുന്ന കോൺസെപ്റ്റാണ്. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഒരു ഫിഗർ വെച്ചിട്ടാണ്. നമ്മുടെ ഈ ഒരു ഫിഗറിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു 2 സെക്ടർ എക്കോണമിയിലെ ഇൻകത്തിൻ്റെ സർക്കുലർ ഫ്ലോ ആണ്. അപ്പോൾ 2 സെക്ടർ എക്കോണമി ആകുമ്പോൾ തന്നെ അതിൽ എത്ര സെക്ടേഴ്സേ കാണുള്ളൂ? 2 സെക്ടേഴ്സ് മാത്രമേ കാണുള്ളൂ. ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ള 2 സെക്ടേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് ഹൗസ് ഹോൾഡ്സും ഒന്ന് ഫേംസുമാണ്. അപ്പോൾ നോക്കുക, നമ്മൾ ഹൗസ് ഹോൾഡ്സ് വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹൗസ് ഹോൾഡ്സ് ബൈ ആൻഡ് കൺസ്യൂം ഗുഡ്സ് ആൻഡ് സർവീസസ്. നമ്മുടെ ഫേംസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സും അതുപോലെ തന്നെ സർവീസസും വാങ്ങിക്കുന്നതും കൺസ്യൂം ചെയ്യുന്നതും ആരാണ്? നമ്മുടെ ഹൗസ് ഹോൾഡ്സ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഹൗസ് ഹോൾഡ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഓൺ ആൻഡ് സെൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഹൗസ് ഹോൾഡ്സ് ആണ് നമ്മുടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ ഓണേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനായിട്ടുള്ള ലാൻഡ്, ലേബർ ആൻഡ് ക്യാപിറ്റൽ ഓർഗനൈസേഷനെ ഓൺ ചെയ്യുന്നു. ഇതിനെ ഇവരെന്ത് ചെയ്യും? ഫേംസിന് സെല് ചെയ്യും. സോ ഇത്രയാണ് ഹൗസ് ഹോൾഡ്സിൻ്റെ ഫീച്ചർ എന്ന് പറയുന്നത്. ഹൗസ് ഹോൾഡ്സ് ബൈ ആൻഡ് കൺസ്യൂം ഗുഡ്സ് ആൻഡ് സർവീസസ് ഓൺ ആൻഡ് സെൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഇനി ഫേംസിന് നോക്കുമ്പോൾ ഫേംസ് പ്രൊഡ്യൂസ് ആൻഡ് സെൽ ഗുഡ്സ് ആൻഡ് സർവീസസ്. ഹൗസ് ഹോൾഡ്സ് വാങ്ങിക്കുന്ന ഗുഡ്സിനെയും സർവീസസിനെയും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? ഫേംസ് ആണ്. ഫേംസ് ഹയർ ആൻഡ് യൂസ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. നമ്മുടെ ഹൗസ് ഹോൾഡ്സ് സെല്ല് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉപയോഗിച്ചിട്ടാണ് ഫേംസ് എന്ത് ചെയ്യുന്നത്? ഗുഡ്സും സർവീസസും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ സർക്കുലർ ഫ്ലോ നോക്കാൻ പോവുകയാണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഹൗസ് ഹോൾഡ്സിൻ്റെ അവിടെ നിന്നാണ്. ഹൗസ് ഹോൾഡ്സിൻ്റെ താഴോട്ടുള്ള റെഡ് ലൈൻ നോക്കുക. സോ ഹൗസ് ഹോൾഡ്സിൽ നിന്നും ലാൻഡ്, ലേബർ, ക്യാപിറ്റലൊക്കെ ആയിട്ടുള്ള നമ്മുടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഫേംസിലോട്ട് ഫ്ലോ ചെയ്യുകയാണ്. സോ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഫ്ലോസ് ഫ്രം ഹൗസ് ഹോൾഡ്സ് ടു ഫേംസ്. ഇതിന് നമുക്ക് എന്തെന്ന് പറയാം? മാർക്കറ്റ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയാം. ഇവിടെ ഹൗസ് ഹോൾഡ്സ് സെല്ല് ചെയ്യുന്നു, ഫേംസ് വാങ്ങിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്തു? ഇവർ ഹൗസ് ഹോൾഡ്സ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന് ഫേംസിന് സെല്ല് ചെയ്തു, അല്ലെങ്കിൽ ഫേംസിന് വിറ്റു. അപ്പോൾ ചുമ്മാ ഹൗസ് ഹോൾഡ്സ് ഫേംസിന് സാധനം കൊടുക്കുമോ? ഇല്ല. അവരെന്ത് ചെയ്യണം? കാശ് കൊടുക്കണം. നമുക്ക് എന്തൊരു സാധനം കൺസ്യൂം ചെയ്യണമെങ്കിലും എന്ത് വേണം? കാശ് കൊടുക്കണം. അപ്പോൾ ഹൗസ് ഹോൾഡ്സിൻ്റെ കയ്യിൽ നിന്നും ഫേംസ് ലാൻഡ് വാങ്ങുമ്പോൾ അവരെന്ത് കൊടുക്കണം? ലാൻഡിൻ്റെ വാടക കൊടുക്കണം, റെൻറ്റ് കൊടുക്കണം. ഇനി അവർ ലേബറാണ് വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ അവരെന്ത് കൊടുക്കണം? ജോലിക്കാർക്ക് വേജ് കൊടുക്കണം. ഇനി ക്യാപിറ്റലാണ്, മൂലധനമാണ് അവർ വാങ്ങിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവരെന്ത് കൊടുക്കണം? പ്രോഫിറ്റ് ഹൗസ് ഹോൾഡ്സിന് കൊടുക്കണം. അപ്പോൾ ഫേംസിൻ്റെ അവിടെ നിന്ന് താഴോട്ടുള്ള ഗ്രീൻ ലൈൻ നോക്കുക. വേജസ്, റെൻ്റ് ആൻഡ് പ്രോഫിറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഫേംസിൽ നിന്നും ഹൗസ് ഹോൾഡ്സിലിട്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. അതിന് നമുക്ക് എന്തെന്ന് പറയാം? ഫാക്ടർ പേയ്മെൻറ്റ്സ് എന്ന് പറയാം. അതായത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന് കിട്ടുന്ന പേയ്മെൻറ്റ്സ് ആയതുകൊണ്ട് അതിന് ഇൻകം ഓഫ് ഹൗസ് ഹോൾഡ്സ് അല്ലെങ്കിൽ ഫാക്ടർ പേയ്മെൻറ്റ്സ് എന്നോ പറയാം. ഇനി മുകളിലോട്ട് നോക്കുക. ഇനി ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഫേംസിൻ്റെ സൈഡാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഹൗസ് ഹോൾഡ്സ് ഫേംസിന് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ വിറ്റു. ആ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ വാങ്ങിക്കാൻ വേണ്ടി ഫേംസ് ഹൗസ് ഹോൾഡ്സിന് ഫാക്ടർ പേയ്മെൻറ്റ്സ് കൊടുത്തു. അപ്പോൾ ആ ഡീല് അവിടെ കഴിഞ്ഞു. ഇനിയിപ്പോൾ പന്ത് ആരുടെ കയ്യിലായിരിക്കുന്നത്? ഫേംസിൻ്റെ കയ്യിലാണ് നമ്മുടെ ഇൻപുട്സ് ആയിട്ടുള്ള റോ മെറ്റീരിയൽസ്, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ഉള്ളത്. ഇത് വെച്ച് അവരെന്ത് ചെയ്യും? ഒരുപാട് പ്രൊഡക്ഷൻ പ്രോസസ്സിലൂടെ കടന്നുപോയി ഗുഡ്സും സർവീസസും പ്രൊഡ്യൂസ് ചെയ്യും. ഇനി എന്ത് ചെയ്യണം? അവർക്ക് ഈ പ്രൊഡ്യൂസ് ചെയ്ത ഗുഡ്സിനെയും സർവീസസിനെയും വിൽക്കണം. ഇത് ആർക്കാണ് അവർ വിൽക്കുന്നത്? ഹൗസ് ഹോൾഡ്സിനാണ് അവർ വിൽക്കുന്നത്. അപ്പോൾ ഈ ഗുഡ്സും സർവീസസും അവർ ഹൗസ് ഹോൾഡ്സിന് വിൽക്കുകയാണ്. ആ റെഡ് ലൈൻ നോക്കുക. ഫേംസിൽ നിന്നും ഹൗസ് ഹോൾഡ്സിലോട്ട് ഫ്ലോ ചെയ്യുന്നു. ഗുഡ്സ് ആൻഡ് സർവീസസ് ബോട്ട് ചെയ്യുന്നത്, വാങ്ങുന്നത് ആരാണ്? ഹൗസ് ഹോൾഡ്സ്. അപ്പോൾ ഈ ഹൗസ് ഹോൾഡ്സിന് ഫേംസ് ഈ സാധനങ്ങൾ വെറുതെ കൊടുക്കുമോ? ഇല്ല. ഹൗസ് ഹോൾഡ്സ് എന്ത് കൊടുക്കണം? ഒരു ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വാങ്ങിക്കുകയാണെങ്കിലും കാശ് കൊടുക്കണം. അതിന് നമ്മൾ എന്തെന്ന് പറയും? റവന്യൂ എന്ന് പറയും. ഇവിടെ സ്പെൻഡ് ചെയ്യുന്നത് ആരാണ്? ഹൗസ് ഹോൾഡാണ്. റവന്യൂ കിട്ടുന്നത് ആർക്കാണ്? ഫേംസിനാണ്. അപ്പോൾ നമ്മുടെ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇനി നോക്കാം. ദിസ് ഡയഗ്രാം ഈസ് എ സ്കിമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഓഫ് ദ ഓർഗനൈസേഷൻ ഓഫ് ദ എക്കോണമി. ഈ ഡയഗ്രാം എന്താണ്?
നമ്മുടെ എക്കോണമിയുടെ ഓർഗനൈസേഷൻ്റെ ഒരു സ്കീമാറ്റിക് ആയിട്ടുള്ള റെപ്രസെൻറ്റേഷനാണ്. ഡിസിഷൻസ് ആർ മെയ്ഡ് ബൈ ഹൗസ് ഹോൾഡ്സ് ആൻഡ് ഫേംസ്. രണ്ട് സെക്ടേഴ്സ് ഉണ്ട്, ഹൗസ് ഹോൾഡ്സും ഫേംസും. അവരാണ് എന്ത് ചെയ്യുന്നത്, ഡിസിഷൻ എടുക്കുന്നത്. ഹൗസ് ഹോൾഡ്സ് ആൻഡ് ഫേംസ് ഇൻട്രാക്ട് ഇൻ ദ മാർക്കറ്റ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ്. ഹൗസ് ഹോൾഡ്സ് അല്ലെങ്കിൽ ഫേംസ് എന്ത് ചെയ്യുന്നുണ്ട്, മാർക്കറ്റ്സിൽ ഇൻട്രാക്ട് ചെയ്ത് ഗുഡ്സും പ്രൊഡ്യൂസസും വാങ്ങിക്കുകയും വിൽക്കുകയും ചെയ്യുന്നുണ്ട്. വെർ ഹൗസ് ഹോൾഡ്സ് ആർ ബയേഴ്സ് ആൻഡ് ഫേംസ് ആർ സെല്ലേഴ്സ്. ആൻഡ് ഇൻ ദ മാർക്കറ്റ്സ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ വെർ ഫേംസ് ആർ ബയേഴ്സ് ആൻഡ് ഹൗസ് ഹോൾഡ്സ് ആർ സെല്ലേഴ്സ്. അപ്പം ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ മാർക്കറ്റിൽ നമ്മുടെ ഫേംസ് ബയേഴ്സും ഹൗസ് ഹോൾഡ്സ് സെല്ലേഴ്സുമാണ്. ദ ഔട്ടർ സെറ്റ് ഓഫ് ആരോ ഷോസ് ദ ഫ്ലോ ഓഫ് ഡോളേഴ്സ്. അതായത് പച്ച ആരോ എന്താ കാണിക്കുന്നത്, ഡോളേഴ്സിൻ്റെ ഫ്ലോ ആണ്. ആൻഡ് ദ ഇന്നർ സെറ്റ് ഓഫ് ആരോസ്, ഉള്ളിലുള്ള റെഡ് ആരോ എന്താ കാണിക്കുന്നത്, ഫ്ലോ ഓഫ് ഇൻപുട്സ് ആൻഡ് ഔട്ട്പുട്ട്സ്. ഇനി നമ്മൾ നോക്കുകയാണ്, ഫിഗർ റെപ്രസെൻറ്റ് എ വിഷ്വൽ മോഡൽ ഓഫ് ദ എക്കോണമി കോൾഡ് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം. ഫിഗർ എന്താണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, നമ്മുടെ എക്കോണമിയുടെ ഒരു വിഷ്വൽ മോഡലാണ്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം. In this model, economy is simplified into only two types of decision makers. ഇവിടെ രണ്ട് ടൈപ്പ് ഡിസിഷൻ മേക്കേഴ്സ് മാത്രമേ ഉള്ളൂ. ഫേംസ് ഉണ്ട്, ഹൗസ് ഹോൾഡ്സ് ഉണ്ട്. Firms produces goods and services using inputs such as land, labor, capital. These inputs are called factors of production. ഫേംസ് നമ്മുടെ ഗുഡ്സും സർവീസസും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻപുട്സാണ് ലാൻഡും ലേബറും ക്യാപിറ്റലും. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. Households own the factors of production and consume all the goods and services that the firm produce. Households എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ ഓണേഴ്സാണ്. അവരെന്ത് ചെയ്യും, ഫേംസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ ഗുഡ്സും അതുപോലെ തന്നെ സർവീസസും കൺസ്യൂം ചെയ്യും. Households and firms interact in two types of markets. രണ്ട് ടൈപ്പ് മാർക്കറ്റ് ഇവിടെ ഉണ്ട്, മാർക്കറ്റ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസും മാർക്കറ്റ് ഫോർ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും. മാർക്കറ്റ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസിൽ ഹൗസ് ഹോൾഡ്സ് ആണ് ബയേഴ്സ്, ഫേംസ് സെല്ലേഴ്സ് ആണ്. മാർക്കറ്റ് ഫോർ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിൽ ഹൗസ് ഹോൾഡ്സ് സെല്ലേഴ്സും ഫേംസ് ബയേഴ്സും ആണ്. In these markets, households provide inputs that firms use to produce goods and services. അപ്പോൾ ഈ മാർക്കറ്റിൽ നമ്മുടെ ഫേംസിന് പ്രൊഡ്യൂസ് ചെയ്യാൻ, ഗുഡ്സിനെയും സർവീസിനെയും പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഇൻപുട്സ് കൊടുക്കുന്നത് ആരാണ്, ഹൗസ് ഹോൾഡ്സ് ആണ്. The circular flow diagram offers a simple way of organizing all the transactions that occur between households and firms in an economy. അപ്പോൾ ഒരു എക്കോണമിയിൽ ഹൗസ് ഹോൾഡ്സിൻ്റെയും ഫേംസിൻ്റെയും ഇടയിൽ നടക്കുന്ന എല്ലാ ട്രാൻസാക്ഷനെയും ഓർഗനൈസ് ചെയ്ത് ഒരു സിമ്പിൾ വേയിൽ റെപ്രസെൻ്റ് ചെയ്യുകയാണ് ആരെന്ന് പറയുന്നത്, നമ്മുടെ സർക്കുലർ ഫ്ലോ ഡയഗ്രാം എന്ന് പറയുന്നത്. ദ ടു ലൂപ്സ് ഓഫ് സർക്കുലർ ഫ്ലോ ഡയഗ്രാം ആർ ഡിസ്റ്റിങ്ക്റ്റ് ബട്ട് റിലേറ്റഡ്. അതിൻ്റെ രണ്ട് ലൂപ്സും, അതായത് രണ്ട് ആരോസും എന്താണ്, ഡിസ്റ്റിങ്ക്റ്റ് ആണ്, പക്ഷെ എന്താണ്, റിലേറ്റഡ് ആണ്. മീൻസ് ഡിഫറെൻ്റ് ആണ് പക്ഷേ റിലേറ്റഡ് ആണ്. ദ ഇന്നർ ലൂപ്പ് റിപ്രസെൻറ്റ് ദ ഫ്ലോ ഓഫ് ഇൻപുട്സ് ആൻഡ് ഔട്ട്പുട്ട്സ്. ഇന്നർ ലൂപ്പ് എന്താ ചെയ്യുന്നത്, ഇൻപുട്ടിൻ്റെയും അതുപോലെ തന്നെ ഔട്ട്പുട്ടിൻ്റെയും ഫ്ലോ ആണ് കാണിക്കുന്നത്. ഹൗസ് ഹോൾഡ്സ് സെൽ ദ യൂസ് ഓഫ് ദെയർ ലേബർ capital to firms in the market for the factors of production. Firms then use these factors to produce goods and services, which in turn are sold to the household in the market for goods and services. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ. The outer loop of the diagram represent corresponding flow of money. Outer loop of money diagram എന്താണ് കാണിക്കുന്നത്, നമ്മുടെ ഫ്ലോ ഓഫ് മണിയാണ് കാണിക്കുന്നത്. ഹൗസ് ഹോൾഡ് സ്പെൻഡ് മണി ടു ബൈ ഗുഡ്സ് ആൻഡ് സർവീസസ് ഫ്രം ദ ഫേംസ്. ഹൗസ് ഹോൾഡ് പൈസ ചിലവാക്കി ഫേംസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസ് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നു. The firm use some of the revenue from these sales for payments to factors of production such as rent, wage, profit. What left is profit to the firm owners who are themselves members of the households. The circular flow is the simple model of economy. അപ്പോൾ നമ്മുടെ എക്കോണമിയുടെ സിമ്പിൾ മോഡലാണ് എന്തെന്ന് പറയുന്നത്, ടു സെക്ടർ സർക്കുലർ ഫ്ലോ എന്ന് പറയുന്നത്. എ മോർ കോംപ്ലക്സ് ആൻഡ് റിയലിസ്റ്റിക് സർക്കുലർ ഫ്ലോ മോഡൽ ഇൻക്ലൂഡ് റോൾ ഓഫ് ഗവൺമെൻറ് ആൻഡ് ഇൻ്റർനാഷണൽ ട്രേഡ്. അപ്പോൾ ടോട്ടലി നമ്മുടെ എക്കോണമിയിൽ 4 ഏജൻസ് ഉണ്ട്. ആരൊക്കെയാണ്, ഹൗസ് ഹോൾഡ്, ഫേം, ഗവൺമെൻറ്, അതുപോലെ തന്നെ ഫോറിൻ ട്രേഡ്. ഇതിൽ 2 മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ, 2 പുറത്താണ്. ഗവൺമെൻറ്റിനെ അതുപോലെ തന്നെ ഫോറിൻ ട്രേഡ്, ഇൻ്റർനാഷണൽ ട്രേഡിനെ നമ്മൾ ഈ 2 സെക്ടർ എക്കോണമിയിൽ അല്ലെങ്കിൽ 2 സെക്ടർ സർക്കുലർ ഫ്ലോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മുടെ കയ്യിൽ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്, ഇക്കോണമിയുടെ സിമ്പിൾ മോഡലാണ്. ഇനി ഗവൺമെൻറ്റും അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ട്രേഡിനെയും നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്താൽ അതെന്താവും, മോർ കോംപ്ലക്സ് റിയലിസ്റ്റിക് സർക്കുലർ ഫ്ലോ ഓഫ് മോഡലാവും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം എന്ന് പറയുന്നത്. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.